ഹലോ, വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് ഫാമിലി. ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിയത്, എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്തത്, എത്ര സമയം എടുത്തു, ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പം ഞാൻ വെച്ചു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അങ്ങ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ അങ്ങ് ആൻസർ ചെയ്തേക്കാമല്ലോ. അപ്പം ഈ വീഡിയോ ലാസ്റ്റ് വരെ മിസ്സാക്കാണ്ട് കാണാം. നമുക്ക് ഇനിയിപ്പോൾ വരുന്നത് വിൻ്റർ ഇൻടേക്കാണ്, നെക്സ്റ്റ് വിൻ്റർ ഇൻടേക്കാണ്. അതിലേക്കുള്ള അഡ്മിഷൻ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ ചെയ്ത് വയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് വേണ്ട സംഭവമാണ് APS. അപ്പം ജർമ്മനി ട്രൈ ചെയ്ത് ഇരിക്കുന്ന പിള്ളേരൊക്കെ കേട്ട് ഞെട്ടി ഇരിക്കുന്ന സംഭവമായിരിക്കും APS, അക്കാഡമിക് ഇവാലുവേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ബോഡി ഇന്ത്യൻ സ്റ്റുഡൻസിന് ജർമ്മൻ എഡ്യൂക്കേഷൻ ഈക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ ജർമ്മൻ എഡ്യൂക്കേഷനായിട്ട് ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി തരുന്നൊരു സർട്ടിഫിക്കറ്റാണ് APS സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് മാത്രമല്ല, വിയറ്റ്നാം, മംഗോളിയ, മെയിൻലാൻഡ് ചൈന, വിയറ്റ്നാം, അങ്ങനെ കുറച്ച് ഏരിയയിലുള്ള പിള്ളേർക്ക് എല്ലാവർക്കും ഈ APS നിർബന്ധമാണ് ജർമ്മനിയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ വേണ്ടിയിട്ട്. ഒത്തിരി ആപ്ലിക്കേഷൻ ഉള്ളത് കാരണം ഇപ്പം വളരെ വൈകിയാണ് APS കിട്ടുന്നത്. ആൻഡ് അത് വിചാരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത്. എനിക്കൊക്കെ APS ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയച്ചിട്ടൊക്കെയാണ് കിട്ടിയത്. സോ APS എന്തായാലും കിട്ടും. അതുകൊണ്ട് കിട്ടില്ല എന്ന് വിചാരിച്ചത് ആരും ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. APSന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. കുറച്ച് സർട്ടിഫിക്കറ്റ്സ് നിർബന്ധമായിട്ടും വേണം APSന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. APSന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഡിഗ്രി ജസ്റ്റ് പാസ് ഔട്ടാണ്, പ്രൊഫഷണൽ മാത്രമേ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ വെച്ചും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വേണ്ടത് സെം വൈസ് മാർക്ക് ലിസ്റ്റ്. എല്ലാ സെമ്മിലെയും മാർക്ക് ലിസ്റ്റ് വേണം. പിന്നെ വേണ്ടത് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്. കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു മാർക്ക് ലിസ്റ്റ്, ഇതെല്ലാം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ വേണ്ടതാണ് ട്രാൻസ്ക്രിപ്റ്റ്. അതും നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ റിക്വസ്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ രീതിയിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഓൺലൈൻ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ യൂണിവേഴ്സിറ്റിയായിട്ട് എൻക്വയറി ചെയ്യുക. പിന്നെ വേണ്ടത് നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി, 12th മാർക്ക് ലിസ്റ്റ്. അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് നിർബന്ധമില്ല, 12th മാർക്ക് ലിസ്റ്റ്. പിന്നെ നമ്മൾ ഈ APSൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നെ നമ്മൾ APSൻ്റെ ഫീ അടച്ചു എന്നുള്ളതിൻ്റെ ഒരു റെസിപ്റ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇത് നമ്മൾ APS രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഓൺലൈൻ പോർട്ടലിൽ നമ്മൾ ആപ്ലിക്കേഷനും ഫീ പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം. ഞാൻ അഡ്രസ്സ് ഇവിടെ മെയിലിട്ടേക്കാം. ആ അഡ്രസ്സിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കണം. ഈ ഡീറ്റെയിൽസ് ഒക്കെ APSൻ്റെ വെബ്സൈറ്റിലുണ്ട്. APSൻ്റെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് APS ചെയ്യാൻ വേണ്ടത്. ആൻഡ് ലാംഗ്വേജ് IELTSൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ അയക്കാം, നിർബന്ധമില്ല. IELTS മുന്നേ പാസ്സായ ആൾക്കാരാണെങ്കിൽ അതും കൂടെ വയ്ക്കാം APS വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത്ര നേരം എൻ്റെ മോൻ കണ്ട് മടുത്തില്ല. ഇനി കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വിൻഡോന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ APS അപ്ലൈ ചെയ്തു. APS അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് IELTS. APS അപ്ലൈ ചെയ്തതിന് 3-4 മാസം കഴിഞ്ഞാലാണ് APS വരുള്ളൂ. ചിലപ്പം അതിലേക്കാളും ലേറ്റായി വരും, ചിലപ്പോൾ നേരത്തെ കിട്ടിയെന്ന് വരും. അത് ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ചാണ്. അടുത്ത സ്റ്റെപ്പ് IELTS ആണ്. IELTS നിങ്ങൾ 6 ഓർ എബവ് മാർക്ക് മേടിക്കാൻ എന്തായാലും ശ്രമിക്കണം. കൺസോളിഡേറ്റഡ് ആൻഡ് മൊഡ്യൂൾ വൈസ് എല്ലാ മൊഡ്യൂളിനും 6 എബവ് മാർക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അത് ട്രെയിനിങ്ങിന് പോകണമെങ്കിൽ പോയിട്ട് ചെയ്യുക, അല്ലാതെ സ്വന്തം പാസ്സാവാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ളവർ സ്വന്തമായിട്ട് എഴുതുക. ഞാൻ കോച്ചിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് 8 കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അത് എന്തായാലും APS അപ്ലൈ ചെയ്ത ഉടനെ കോച്ചിങ്ങിന് പോയിട്ട് IELTS എഴുതി പാസ്സാവാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ്. സോ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് APSന് നമ്മൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ IELTS എക്സാം എഴുതാൻ പോവാണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നോട്ടറി അറ്റസ്റ്റേഷൻ. ഇതൊക്കെ പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ വെക്കുന്നതിന് മുന്നേ ഉള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പാണ് നോട്ടറി അറ്റസ്റ്റേഷൻ. നോട്ടറി അറ്റസ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ ഒറിജിനലും കൊണ്ടുപോയിട്ട് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും നോട്ടറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുക, അതിൻ്റെ വാലിഡിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ ഏതൊക്കെ കോഴ്സസിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ ആ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓരോ സെറ്റ് വീതം അയച്ചു കൊടുക്കുക, ഡയറക്റ്റായിട്ട് അയച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സിന് അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വെരിഫിക്കേഷൻ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അതാണ് തേർഡ് സ്റ്റെപ്പ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് കോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏത് കോഴ്സിനാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം, അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ ഇഷ്ടംപോലെ വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. DAAD, യൂണി അസിസ്റ്റ്, അങ്ങനെ പറഞ്ഞ ഒത്തിരി വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മൾ ഡാഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിൽ ഏതൊക്കെ കോഴ്സസ് നമുക്ക് എടുക്കാം, അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അതൊക്കെ ഈ ഡാഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ യൂണി അസിസ്റ്റ് എന്ന് പറഞ്ഞ പോർട്ടലിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. യൂണി അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റീസിന് അവരുടെ തന്നെ പോർട്ടൽ ഉണ്ടാവും,
മറ്റ് ചില യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സസ് ത്രൂ ആണ് ആപ്ലിക്കേഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിൽ കൂടെ ചെയ്യുക, യൂണിവേഴ്സിറ്റീൻ്റെ ഓൺ പോർട്ടലാണെങ്കിൽ അതിൽ കൂടെ ചെയ്യുക. യൂണിവേഴ്സിറ്റീൻ്റെ ഓൺ പോർട്ടലാണെങ്കിൽ ഫീസൊന്നും വേണ്ടി വരില്ല. ഇനിയിപ്പം നിങ്ങൾ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോഴ്സ് യൂണിവേഴ്സസ് ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ഒരു €75 ഫീസ് വരും. 75 നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 5 കോഴ്സസ് ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ആദ്യത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കോഴ്സിന് കോഴ്സ് ഓർ യൂണിവേഴ്സിറ്റി €75 നിങ്ങൾ കൊടുക്കണം. ആൻഡ് രണ്ടാമത്തെ കോഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് €30 അഡീഷണൽ കൊടുക്കണം. ഇപ്പം നിങ്ങൾ 5 കോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു €195 ആണ് ചിലവ് വരുന്നത്. അതായത് ₹18,000 ആണ് ചിലവ് വരുന്നത്. വൺസ് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കും. അപ്പോൾ നിങ്ങളത് അയച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഓഫർ ലെറ്ററിന് വേണ്ടിയിട്ടുള്ള ലോങ് വെയിറ്റ് ആണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ജർമ്മൻ പഠിക്കാനും IELTS പാസ്സായിട്ടില്ലെങ്കിൽ IELTS എടുക്കാനും ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഏപ്രിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്ടോബറിലാണ് ക്ലാസ്സസ് തുടങ്ങുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 6 മാസത്തിൻ്റെ സമയം. അപ്പം ജർമ്മൻ പഠിക്കാനാണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇത് യൂസ് ചെയ്യണത്. കാരണം ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി നമ്മുടെ കോഴ്സിൻ്റെ കൂടെ തന്നെ A1, A2, B1, B2 ഇത്രയും മൊഡ്യൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ വന്നിട്ട് വേണമെങ്കിൽ അത് എടുക്കാം. പക്ഷേ നമ്മൾ ജർമ്മൻസുമായിട്ട് കോൺവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്ന ജർമ്മൻ പോരാ. സത്യം പറഞ്ഞാൽ അത് പോരാ. കാരണം ഇവിടെ ജർമ്മൻസ് അത്ര സ്പീഡിലാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ച പ്രൊനൗൺസിയേഷനൊന്നും ആയിരിക്കില്ല ഇവർ പറയുന്നത്. ഇവിടെ ഉള്ളവർ തന്നെ പല സ്റ്റേറ്റുകൾ മാറുമ്പം പ്രൊനൗൺസിയേഷൻ മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഡയലക്ട്സ് മാറുന്ന പോലെ തന്നെ ഇവിടെയും മാറുന്നുണ്ട്. സോ അതൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ വന്നിട്ട് ജർമ്മൻ ഫ്രണ്ട്സിനൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച് ജർമ്മൻ ഇമ്പ്രൂവ് ചെയ്യുക. അതൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ ഇത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണ വരെയുള്ള സ്റ്റെപ്പുകളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക, ഞാൻ അതിന് ഉത്തരം പറയാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ മേജർ സംഭവം മിസ്സായിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ജർമ്മനിയിലേക്ക് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളാണ് താല്പര്യപ്പെട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഏപ്രിലേക്ക് വേണ്ട പ്രോസസ്സൊക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. സമയമില്ല. കാരണം നമ്മൾ എത്രത്തോളം വൈകി സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം വൈകിയേ നമുക്ക് ജർമ്മനിയിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ കോഴ്സ് ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ എത്തിയത് ഡിസംബറിലാണ്. കാരണം ഞാൻ എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഏപ്രിൽ, മെയ് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ ജാനുവരിയാണ്, കറക്റ്റ് സമയമാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ജർമ്മനിയിൽ എത്താൻ പറ്റും. സോ അമാന്തിച്ച് നിൽക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആണെന്ന് വിചാരിച്ച് വരാണ്ടിരിക്കരുത്. കാരണം എനിക്ക് ലാംഗ്വേജ് ഒന്നും അറിഞ്ഞിട്ടല്ല ഞാൻ വന്നത്. ഇവിടെ വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലാംഗ്വേജ് പഠിക്കും. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ്. അതുകൊണ്ട് അങ്ങനെ പഠിച്ചെടുക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. കൂടുതൽ പറഞ്ഞ് സമയം ഒരുപാട് അങ്ങോട്ട് കളയുന്നില്ല. പാർട്ട് 2 ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ വൺസ് നിങ്ങൾക്ക് ഓഫ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പാർട്ട് 2 ആയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. ബൈ.